കമ്പം കാട്ടുപള്ളി വാസലിൽ പടക്ക നിർമ്മാണശാലയ്ക്ക് തീപിടിച്ചു, 2 പേർ മരിച്ചു. സൂര്യ ദീനദയാലൻ എന്നിവരാണ് മരിച്ചത്. വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയൻ ചേരുന്നു. രാഹുൽ വിജയൻ, എന്തൊക്കെയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ? കഴിഞ്ഞ ദിവസമാണ്, അടുത്തിടെയാണ് ബിരുദനഗറിൽ തീപിടുത്തം, ഇതുപോലെ തന്നെ സ്ഫോടനമുണ്ടായത്. ഇപ്പോഴിതാ അതിന് പിന്നാലെ തമിഴ്നാട് കമ്പത്തും സമാനമായ നിലയിലുള്ള അപകടം ഉണ്ടായിരിക്കുകയാണ്. രാഹുൽ വിജയൻ. ദിലീപ് കുമാർ, രാവിലെ 9:30 ഈ അപകടം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു പടക്ക നിർമ്മാണശാലയാണ്, അവിടെ വ്യാപാരവും നടത്തുന്ന സ്ഥലമാണ്. അവിടുത്തെ ജോലിക്കാരായിട്ടുള്ള 4 പേർ രാവിലെ ഈ കട തുറക്കാൻ വേണ്ടി വരികയായിരുന്നു. ആ കട തുറക്കുന്ന സമയത്താണ് ഈ തീപിടുത്തം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ തന്നെ ഇതിന്റെ അകത്ത് കയറി 2 പേരാണ് മരണം 2 പേർക്കാണ് മരണം സംഭവിച്ചത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. പിന്നീട് പുറത്തേക്ക് തീ പടർന്നതോടുകൂടി 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സൂര്യ, ദീനദയാലൻ എന്നിവർക്കാണ് ഈ അപകടത്തിൽ മരണം സംഭവിച്ചത് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ഈ തീപിടുത്തത്തിന് കാരണം എന്താണ് എന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. ഇത് തുറന്നു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു ഷോർട്ട് സർക്യൂട്ട് ആകാം ഈ അപകടത്തിന് കാരണം എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസിന്റെയും ഫോറൻസിക് സംഘത്തിന്റെയും ഒക്കെ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ എന്തായിരിക്കും അവിടെ സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. എന്തായാലും 4 പേർ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അപകടത്തിന്റെ തീവ്രത കുറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ 2 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു. അത് വളരെ സങ്കടപ്പെടുത്തുന്ന കാര്യമാണ്. ബിരുദനഗറിൽ 25 പേരുടെ മരണം സംഭവിച്ചിട്ട് ഒരാഴ്ച പോലും ആയിട്ടില്ല. അതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും തമിഴ്നാട് കമ്പത്ത് വീണ്ടും ഒരു പടക്ക നിർമ്മാണശാലയ്ക്ക് തീ പിടിക്കുകയും അവിടെ 2 പേർ മരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. കാട്ടുപള്ളിവാസൽ എന്ന് പറയുന്ന സ്ഥലമാണ്. കമ്പത്ത് നിന്ന് ഒരു അല്പം ഉള്ളിലേക്ക് കയറിയുള്ള പ്രദേശമാണ്. കമ്പം ടൗണിൽ നിന്ന് മാറി ഏകദേശം ഒരു 7 കിലോമീറ്റർ ഉള്ളിലേക്ക് മാറിയിട്ടുള്ള സ്ഥലമാണ്. അവിടെയാണ് ഈ പടക്ക നിർമ്മാണശാല പ്രവർത്തിച്ചിരുന്നത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതിന്റെ പരിസര പ്രദേശങ്ങളിലൊന്നും വലിയ കെട്ടിടങ്ങളോ അല്ലെങ്കിൽ മറ്റാൾ താമസമോ ഉള്ള പ്രദേശമല്ല അവിടെ. അതുകൊണ്ട് തന്നെ ഈ തീപിടുത്തത്തിന്റെ വ്യാപ്തി ഒത്തിരി ദൂരത്തേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സംഭവ സ്ഥലത്തേക്ക് പോലീസ് ഉൾപ്പെടെ എത്തി പരിശോധനകളൊക്കെ നടന്നു വരുന്നത് മാത്രമേ ഉള്ളൂ. ഇനി അവരുടെ പരിശോധനകൾക്ക് ശേഷം മാത്രമേ എന്താണ് സംഭവിച്ചിരിക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരൂ എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാനും കഴിയുന്നത്. ദിലീപ് കുമാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.